ഇന്നലെ ആർളം ആദിവാസി മേഖലയോട് ചേർന്നുള്ള പാലത്തിൻ്റെ അടുത്ത് പുഴയിൽ കുളിക്കാനിറങ്ങിയ ആളുകളെ ആന ഓടിച്ചു. ചിലപ്പോൾ ആനയായിരിക്കും. എനിക്ക് തോന്നുന്നു ഇത് വന അതിർത്തിയിൽ കുറച്ചും കൂടി കാവല്. ആന മതിൽ പണി നടക്കുന്നുണ്ടെങ്കിൽ പോലും ആ പണിക്ക് വേണ്ടത്ര വേഗത പോലെ മതിലെത്രയും വേഗം പൂർത്തീകരിക്കാനും അതിലിൻ്റെ രണ്ട് സൈഡിലും അതിന് കണക്ടിവിറ്റി ഉണ്ടാക്കാനും സാധിച്ചില്ലെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഇതുവരെ അപകടം ഉണ്ടായില്ല. പക്ഷേ കഴിഞ്ഞ 2 അനുഭവങ്ങളുണ്ട്. ഒരിക്കലിൽ ടൗണിൽ ആന ഇറങ്ങിയപ്പോഴാണ് ടൗണിനടുത്തൊരാൾ മരണപ്പെട്ടത്. പെരിങ്കരിയിലെ പള്ളിയിൽ പോകുന്ന ജസ്റ്റിനാണ് വെളുപ്പിന് 7 മണിക്ക് ആനയുടെ മുമ്പിൽ ഭാര്യ സഹിതം ബൈക്കിൽ പൊട്ടുപോയത് ജസ്റ്റിൻ്റെ മരണത്തിനിടയാണ്. അതായാലും ഇത് വളരെ ഗൗരവത്തിൽ കാണണം. പഞ്ചായത്ത് കവർ ചെയ്ത് ആർളം കവർ ചെയ്ത് തുടങ്ങി ഇത് വർക്ക് ചെയ്യുന്നവർ ഹാർഡ് വർക്ക് തന്നെയാണ്. ഞങ്ങൾ അവരോട് അതുകൊണ്ട് ആ ഹാർഡ് വർക്കിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ കൂടുതൽ സേന വരേണ്ടി വരും, ഫോഴ്സ് വരേണ്ടി വരും. ടെറൈന് പ്രശ്നമുണ്ട്. ടെറൈനിൻ്റെ വലിയ വിഷയമില്ല, അതുകൊണ്ട് സമതലമൊക്കെയാണ് ഈ വിഷയം. ഈ പടക്കം പൊട്ടിക്കലല്ലാതെ വേറെ മരം അറക്കുന്ന മെഷീൻ വെച്ചിട്ട് ഒച്ച വെക്കുന്നു. എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്ന ഈ എന്തെങ്കിലും കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഡ്രൈവ് ചെയ്യാനുള്ള ഒരു നിലപാട് വേണം. അതെന്താണെന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിക്കട്ടെ. ഉദ്യോഗസ്ഥന്മാരെല്ലാം അവിടെ ഉണ്ട്. ഈ DSP ഞങ്ങളാവശ്യമായ എന്ത് സഹായം ചെയ്യാൻ പറ്റും. നമ്മൾ മണിക്കൂറുകളായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് മുനിസിപ്പൽ ചെയർമാനൊക്കെ ഇങ്ങോട്ട് എത്താൻ പറ്റാതെ നിൽക്കുകയാണ്. എല്ലാവരും കൂടെ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ട്രെയിനിൽ വെച്ച് വെച്ചിട്ടുണ്ടാ ഉണ്ണിയായി ആ ഒട്ടുപാലം മുഴുവൻ എടുത്തു വെച്ചില്ലേ? അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? ഒട്ടുപാലം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇരുന്നോ. എന്റെ മനുഷ്യ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി. എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നീ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തനെ വീഴുന്ന ആർക്കും അറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ് സേവ. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുതിയ MS Gold and Diamonds, Iriti, Peravur, Ramanagara, Kanagapura, the real source of purity.